ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഒരു സ്പ്ലെൻഡർ പാഷൻ പ്രോയുടെയൊക്കെ ടൈമിംഗ് ചെയിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇത് പമ്പിലേക്ക് വരുന്ന വീലാണ്. പമ്പ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഹെഡിലേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കാൻ പമ്പിൻ്റെ വീലുകളാണത്. മറ്റേ അതിൻ്റെ മേളിൽ കാണുന്നത് ഈ ടൈമിംഗ് ചെയിന് ടെൻഷനാക്കി നിർത്താൻ വേണ്ടി, ടൈറ്റാക്കി നിർത്താൻ വേണ്ടിയുള്ള വീല. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇടുന്നതാണ് പുഷ് റാഡെന്ന് പറയുന്നത്. ഈ പുഷ് റാഡ് ഒരു സ്പ്രിങ്ങും പിന്നെ ആ ഒരു നട്ടോട് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇത് കയറിയിട്ട് അവിടെ വന്ന് മുകളിലേക്ക് തള്ളി നിൽക്കും. അപ്പോഴത്തേക്കും ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന വീല് ടൈമിംഗ് ചെയിനിലോട്ട് ടൈറ്റാകും. അങ്ങനെയാണ് ടൈമിംഗ് ചെയിൻ ടൈറ്റാകുന്നത്. പിന്നെ ഈ ടൈമിംഗ് ചെയിൻ കുറേ ഓയിലില്ലാതെ ഓടി കഴിയുമ്പോഴത്തേക്ക് ഇത് ലൂസായി കഴിയുമ്പോൾ പിന്നെ നല്ല സൗണ്ട് വരും. പിന്നെ ഈ പുഷ് റാഡ് ടൈറ്റായിട്ട് ഇങ്ങനെ ലോഡായി കിടന്നെന്ന് പറഞ്ഞാലും ഫ്രീ ആയിട്ട് അടിക്കുക, ടൈമിംഗ് ചെയിനാണ് കിടന്ന് അടിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ഈ 3 വീലുകളുണ്ട് ഇതിന്, ഈ ടൈമിംഗ് ചെയിന്. ഒന്ന് ഓയിലിൻ്റെ ഇത്, രണ്ടാമത്തത് മറ്റേ ചെയിൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്, മൂന്നാമത് വരുന്നത് അതിൻ്റെ സെൻറ്ററിൽ വരുന്നത്. അങ്ങനെ 3 വീലുകളാണ്. അപ്പോൾ അതിൽ ടെൻഷൻ ചെയ്യുന്ന വീലും പിന്നെ ആ സെൻറ്ററിൽ കിടക്കുന്ന വീല് പോയിട്ടുണ്ടെങ്കിലും ഈ ടൈമിംഗ് ചെയിന് സൗണ്ട് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ പുഷ് റാഡിൻ്റെ അറ്റത്തൊരു പുഷ് റാഡ് റബ്ബറുണ്ട്. ആ റബ്ബർ പോയിട്ടുണ്ടെങ്കിലും ടൈമിംഗ് ചെയിൻ കിടന്ന് നല്ല അടിപ്പുണ്ടാവും. അപ്പം ഈ ടൈമിംഗ് ചെയിൻ അടിപ്പ് വരുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതെല്ലാം മാറ്റി കയറ്റുന്നതാണ് വളരെ നല്ലത്.